ഗൈസ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതിനൊരു കാരണം ഞാൻ കുറച്ച് സ്വീപ്പിൽ വിട്ടുപോയി. അപ്പോൾ ആ സ്വീപ്പ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ തമ്പനയിൽ കാണുന്നത്. നമ്മുടെ ഷിഫ്റ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ പുതിയൊരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷിഫ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി. നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുപോയി തട്ടിച്ചതല്ല, ഇങ്ങോട്ട് വന്ന് തട്ടി. അപ്പോൾ അതൊരു ചെറിയ ഗുഡ്സ് വണ്ടിയായിരുന്നു. ഗുഡ്സ് വണ്ടി എന്ന് പറയുമ്പോൾ മീനൊക്കെ വെക്കുന്ന ആ ഒരു ചെറിയ ഗുഡ്സ് വണ്ടിയായിരുന്നു. പല പല വണ്ടികൾ നമ്മൾ ഓടിക്കുന്ന ആളുകളാണ്. റോട്ടിൽ ഓടിക്കുമ്പോൾ എന്തായാലും വണ്ടി കാര്യങ്ങളെല്ലാം തട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയില്ലെങ്കിലും വേറെ വണ്ടികൾ വന്ന് നമ്മുടെ വണ്ടിയിലേക്ക് തട്ടും. വണ്ടി ആവുമ്പോൾ തട്ട മുട്ട പരിപാടികളെല്ലാം ഉണ്ടാവും. എല്ലാ സർക്കസും റോട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ ഈ ഒരു ആഴ്ചത്തെ അനുഭവം കൊണ്ട് പറയുകയാണ്, വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വക കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. ഒരു ഉറുപ്പ്യ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമാക്കാൻ നോക്കുന്നുണ്ട്. ആളെ തപ്പി പിടിച്ച് കിട്ടിയിട്ടില്ല. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ള. ഏകദേശം ഞാനിപ്പോൾ ഇങ്ങനെ മുറിഞ്ഞിട്ടാണ് പറയുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം എവിടെ നിന്നാണ് തട്ടിയത്. ഇപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ച് പൊട്ടിട്ട് നിർത്തി, അതിൻ്റെ ഡെൻറ്റും കാര്യങ്ങളൊക്കെ നിർത്തി വണ്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ വണ്ടികളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഏത് വണ്ടി എടുത്താലും അത് ചെറിയ മക്കളെ കൊണ്ടെടുക്കണ പോലെയാണ് നമ്മൾ വണ്ടികൾ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു വേദന വരാനുണ്ട്. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. പൈസ നോക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നഷ്ടപരിഹാരം വാങ്ങാനുള്ള പരിപാടികൾ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വണ്ടി കാണിച്ചു തരാം ആദ്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ പുതിയ വാങ്ങിയൊരു വണ്ടിയാണ്, സെക്കൻഡ് വണ്ടിയാണ്. അപ്പോൾ വണ്ടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വണ്ടി തട്ടിയത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് തട്ടിയത്. ഈ തട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫോട്ടോ ആഡ് ചെയ്യുക. അതിന് കുറച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു തട്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ള് ഡെൻഡ് ഇങ്ങോട്ട് വലിച്ചിട്ട്, ഇപ്പോൾ പുതിയ സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ, പ്രസ് ചെയ്തടിക്കണം, അങ്ങനെ വലിച്ച് നിർത്തിയിട്ട് പൊട്ടിയിട്ട് റെഡിയാക്കിയ ഒരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കംപ്ലീറ്റ് ഒന്നും ഫിനിഷ് ആയിട്ടില്ല. ആ ഒരു കമ്പനി ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടില്ല. ചെറിയൊരു തട്ടിയ പോലെ പാടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും പ്രശ്നമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫ്രണ്ട് ചെയ്തെന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ അവിടെയാണ് വണ്ടി തട്ടിയത്. ആ ഭാഗത്താണ് വണ്ടി തട്ടിയത്. അതിൻ്റെ ഫോട്ടോ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവം ചെറിയ തട്ടെല്ലാം തട്ടിയിട്ടുണ്ട്. കാരണം ഈ വണ്ടി ഒരു ഗുഡ്സ് വണ്ടിയാണ്, മീൻ കച്ചവടം ചെയ്യുന്ന ഒരു ഗുഡ്സ് വണ്ടിയാണ്. നമ്മുടെ കോട്ടക്കൽ ഏരിയ എന്നുള്ള ആളുകൾക്കറിയാം. കോട്ടക്കൽ പഴയ ഫെഡറൽ ബാങ്കിന് മുന്നിലാണ് നമ്മളെ വണ്ടി തട്ടുന്നത്. അവിടെ ഒരു പലചരക്ക് കടയൊക്കെ ഉണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് വണ്ടി തട്ടുന്നത്. വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസം ഭയങ്കര റഷുള്ളൊരു സമയമാണപ്പോൾ. റഷുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് അറിയാം, റോഡ് വൺ വേ ആണ്. വൺ വേയിൽ ചെറിയ റോഡാണത്. കോട്ടക്കൽ നിൽക്കുന്നവർക്ക് തന്നെ അറിയാം, വൈകുന്നേരമായി കഴിഞ്ഞാൽ കോട്ടക്കലങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ബ്ലോക്കാണ് സംഭവം. അപ്പോൾ ആ ഒരു ചെറിയ റോട്ടിൽ അത്രയും വണ്ടികൾ വരുന്ന സമയത്താണ് ഈ വണ്ടി തട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മണി 3:30 ആ ഒരു സമയമായിട്ടുണ്ടാവും നമ്മളെ വണ്ടി തട്ടിയപ്പോൾ. ഞാനെന്തോ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇന്ന് ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച ശനിയാഴ്ച ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ചൊവ്വാഴ്ചയാണ് അവൻ പേയ്മെൻറ്റ് ചെയ്തുതരാമെന്ന് പറഞ്ഞത്. അതായത് ഈ വണ്ടി ഫ്രണ്ടിലെ വണ്ടിക്ക് കൊണ്ടുപോയിട്ട് തട്ടി, ഒരു ഓട്ടോറിക്ഷയ്ക്ക് തട്ടി. ആദ്യം തട്ടിയിട്ട് ആ വണ്ടിയുടെ വുഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് കയറിയിട്ട് ഇവൻ ആ വെപ്രാളത്തിൽ വണ്ടി ഗീറിട്ടതാണ്. ആ വെപ്രാളത്തിൽ ഇവൻ എന്ത് ചെയ്തു, വണ്ടി തട്ടി എന്നുള്ള വെപ്രാളത്തിൽ റിവേഴ്സ് എടുത്തപ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ട് ബാക്കിൽ തട്ടുന്നത്. ബാക്ക് സൈഡ് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ആ വീലിൻ്റെ സൈഡിൽ വന്നിട്ട് ആ ബോഡിക്ക് തട്ടുന്നത്. അപ്പോൾ തട്ടിയ സമയത്ത് നമ്മൾ അവിടെ തന്നെ വണ്ടിയിട്ട് സാധാരണ വണ്ടി തട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ റോഡ് സൈഡിൽ വണ്ടി ഇടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ അത്രയും റഷുള്ള ഏരിയയാണ്. കടകളിലൊക്കെ വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. ആ സൈഡിലൊന്നും പാർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണത്. നിങ്ങൾക്ക് ഈ കോട്ടക്കൽ ഏരിയയിലുള്ള ആളുകൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു ഷോപ്പിൻ്റെ ഏരിയയിലൊന്നും പാർക്കിംഗ് ഇല്ല. അവിടെ ഒരു പാർക്കിംഗ് ഒരു സംവിധാനം തന്നെ നമ്മുടെ കോട്ടക്കലങ്ങാടിയിൽ അധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയിലാണ് വണ്ടി തട്ടിയത്. അപ്പോൾ ബാക്കിലൊക്കെ ഭയങ്കര റഷാണ്. അതേപോലെ തന്നെ ബസ്സുകൾ, ടൈമിന് പോകുന്ന ബസ്സുകളൊക്കെ കിടന്നിട്ട് ആളുകൾ ഇറങ്ങി വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സമയമൊക്കെ ഉണ്ടായി. ആ സമയം വൈകുന്നേര സമയത്തുകൊണ്ട് തന്നെ കുറേ വണ്ടികളും അതേപോലെ തന്നെ ബസ്സുകളും, ടൈമിന് പോകേണ്ട ബസ്സുകളൊക്കെ ഫുൾ ബ്ലോക്ക്. അവിടെ ആ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് കോട്ടക്കൽ ഫുൾ ബ്ലോക്ക്, അതേപോലെ തന്നെ ചെങ്കുവട്ടി വരെ ബ്ലോക്ക്. ഈ ഒരു കാരണം കൊണ്ട് അത്രയും ബ്ലോക്കായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ടിട്ടാണ് ഈ സംസാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ആദ്യം കൊണ്ടുപോയി വണ്ടി അടിച്ചിട്ട് മൂപ്പരെ ഡീലാക്കുന്നുണ്ട്, നമ്മളോട് ഡീലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും റഷിൻ്റെ അടിയിലാണ് ഈ സംഭവങ്ങൾ. വണ്ടികൾ കൺട്രോൾ ചെയ്യണം, നമ്മളത് ചെയ്തു കൊടുക്കണം. കാരണം നമ്മുടെ വണ്ടി തട്ടുന്ന സമയത്ത് നമ്മൾ ആ റൂട്ടിൽ ഇട്ട് പോകുക എന്നുള്ളത് മാത്രമല്ല, വണ്ടി ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ വണ്ടി ഒതുക്കിയിടുക എന്നുള്ളത് കൂടെ നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് മാറ്റി, അല്ലെങ്കിൽ അവിടെ തന്നെ ഇടും. വണ്ടി ബ്ലോക്ക് ആവാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ട് സംസാരിക്കും. അപ്പോൾ ഇത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ഇത് ഓർമ്മ ഉണ്ട് വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ റഷിൻ്റെ അടിയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഞാൻ എടുത്ത് വണ്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തത്, ലാസ്റ്റാണ് എടുത്തത്. വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു
എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. സംഭവം നമ്മളിപ്പോൾ ഏത് വണ്ടി തട്ടിക്കഴിഞ്ഞാലും, ഇപ്പോൾ നിങ്ങൾ വണ്ടി തട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വണ്ടി തട്ടുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു നന്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കോംപ്രമൈസ് ആക്കിയിട്ട്, കേസൊന്നും പോവാതെ അപ്പം തന്നെ കോംപ്രമൈസ് ആക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പരിചയക്കാരുള്ള ആരെങ്കിലും പെയിൻറ്റിങ്ങേരോ ഡെൻറ്റ് നിർത്തുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഇത് എത്ര ആവുമെന്നൊക്കെ ചോദിച്ചിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് ആ പൈസ എമൗണ്ട് വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഇവൻ്റെ കയ്യിൽ എന്തോ ഫിഷിലെന്തോ വർക്ക് ചെയ്യുന്ന ആളാണ്, മീനിൻ്റെ പരിപാടി എന്തോ ആണ്. അപ്പോൾ എനിക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടുണ്ട്, 2 ദിവസത്തെ ഗ്യാപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ഓക്കെ, സാധാരണ ഇതൊക്കെ ഈ പരിപാടികളാണ്, ഈ സർക്കസിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. എന്താണ് ഈ വണ്ടി തട്ടിക്കഴിഞ്ഞാലുള്ള സർക്കസിലുള്ള പരിപാടികളാണ്. 2 ദിവസം ഗ്യാപ്പ് കൊടുക്കുക, ആ ഗ്യാപ്പിൻ്റെ എമൗണ്ട്, ആ ഗ്യാപ്പിൽ ആ എമൗണ്ട് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. നമ്മളത് വാങ്ങുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം അവനോട് സംസാരിച്ചു. അവനോട് പറഞ്ഞു വണ്ടി ഇട്ടിട്ടുണ്ട്, വണ്ടി അവർ വർക്ക് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കുക, വേറെ ഞാൻ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. ഞാൻ ഡയറക്റ്റ് അവരെ എന്താണ് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, അവരോട് പറഞ്ഞു ഇന്ന സംഭവമാണ്, എത്ര എമൗണ്ട് ആവും. അവന് സംഭവം ചെറിയ എമൗണ്ടാണ്, 2500 രൂപയുള്ളൂ. സംഭവം 2500 റുപ്യേൻ്റെ കേസിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യില്ല കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും കൂടെ ഇതേപോലെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. നമ്മളെ കാര്യം നമ്മൾ തീരുമാനമാക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2500 രൂപ പറഞ്ഞു. ഞാനത് ഓക്കെ അവിടെ കൊണ്ടുപോയി ഇട്ടു. എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ ഇട്ടു. പെരുന്നാളുടെ തലേന്നും കൂടെയാണ് വിചാരിക്കണം. പെരുന്നാൾ 2 ദിവസം മുന്നെയാണ്. അപ്പോൾ പെരുന്നാൾക്ക് എനിക്ക് വണ്ടി കിട്ടുന്ന രീതിയിൽ ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് 2500 രൂപ എടുത്തു കൊടുത്തു. എനിക്ക് വണ്ടിയുടെ ലോറാമിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ലോറാം കംപ്ലയിൻ്റ് ഒക്കെ കൂടെ 5000 റുപ്യേൻ്റെ പണി ഞാൻ അടുപ്പിച്ചു, വണ്ടി എടുത്തു. ഞാനിതൊക്കെ ചെയ്യുന്നത് ഇവൻ പൈസ തരും എന്നുള്ള, ഇവനെ വിശ്വസിച്ചവൻ പൈസ തരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ വണ്ടി എടുത്തു കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ വണ്ടി ഇടും. അപ്പോൾ അത്രയും കൺഫർമേഷൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വണ്ടി എടുത്തു വന്നത്. അങ്ങനെ പെരുന്നാൾ ആ റഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ വിളിച്ചിട്ട് ഇവൻ ഫോൺ എടുക്കണില്ല. 3-4 പ്രാവശ്യം വിളിച്ചു, വേറെ നമ്പറിൽ നിന്ന് വിളിച്ചവൻ ഫോൺ എടുത്ത് സംസാരിച്ചു. നാളെ തരാറുണ്ട്. ഓക്കെ നാളെ തരാം. നമ്മളെന്നാലും ഒക്കെ എൻ്റെ ഒരു മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് ഞാൻ നാളെ തരാം ഓക്കെ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതൊന്നും തീരുമാനമാക്കാനുള്ള കുറച്ചുകൂടെ ഒക്കെ റഫായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ അപ്പം തന്നെ തീരുമാനമാക്കിയിട്ട് പോരുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണല്ലോ. അപ്പോൾ അങ്ങനെ മറ്റന്നാളായി. പിന്നെ അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഫോൺ എടുക്കാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളെ കൊണ്ട് എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്ന സമയത്ത് വണ്ടിയുടെ പൈസ തരാം, അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഫണ്ട് തരാം, ചൊവ്വാഴ്ചൻ്റെ ഉള്ളിൽ ഫണ്ട് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ തരാമെന്ന് പറഞ്ഞു. അത് സംഭവം ഡീലായി. ഇപ്പോൾ ചൊവ്വാഴ്ച ഞാൻ കോൾ ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ ഞാൻ അവനോട് എന്ത് ചെയ്തു, ക്യാഷ് അയക്കാൻ പറഞ്ഞു. ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചു. റീപ്ലൈ ഇല്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വ്യാഴാഴ്ച ദിവസമാണ്. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശനിയാഴ്ച ആയിരിക്കും കാണുക. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ മെസ്സേജ് ചെയ്തു, ബുധനാഴ്ച ഞാൻ മെസ്സേജ് ചെയ്തു, വ്യാഴാഴ്ച മെസ്സേജ് ചെയ്തു. ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ച ഇനി ഞാൻ മെസ്സേജ് ചെയ്യണില്ല. ഞാൻ ഡയറക്റ്റ് പോയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ സ്റ്റേഷനിലുള്ള വീഡിയോ ഇനി പരിപാടിയുള്ളൂ, വേറൊരു സംഭവമില്ല. അപ്പോൾ ഇതുവരെ റെസ്പോൺസ് ഇല്ല. 2 നമ്പർ തന്നിരുന്നു. 2 നമ്പറിലും ഇൻകമിങ് കോൾ കട്ടായിന്, റീചാർജ് ചെയ്തിട്ടില്ല, വാട്സപ്പിൽ റീപ്ലൈ ഇല്ല, ഒന്നുമില്ല. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഈ വണ്ടിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഗുഡ്സ് വണ്ടിയാണ് ഞാൻ പറഞ്ഞു, മീൻ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ എംപരിവാലിൻ്റെ ഡീറ്റെയിൽസ് തപ്പിയ സമയത്ത് ഈ വണ്ടിൻ്റെ ആർച്ച് ഓണർ എടുക്കുന്നത് തിരൂരങ്ങാടിയാണ്. ഈ വണ്ടി ഇവരെ പേരിലല്ല, ഇവർ വണ്ടി വാങ്ങിയതാണ്, വണ്ടി മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് വണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ്, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നമ്മൾ ഫുൾ കളക്ട് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്തു, അവനക്ക് ആർച്ച് ഓണർക്ക് വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ ആർച്ച് ഓണർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ആർച്ച് ഓണർ പറയുന്നത് എന്നോട്, ഞാൻ 2-3 കൊല്ലം മുന്നേ ഈ വണ്ടി വിറ്റതാണ്, വേറെ ചെമ്മാടുള്ള ഒരാൾക്ക് വണ്ടി വിറ്റതാണ്, ചെമ്മാടുള്ള ഒരാൾ വേറൊരാൾക്ക് വിറ്റാണ്, ഇയാൾക്ക് വിറ്റതാണ്. അപ്പോൾ 2 മറിച്ചിൽ മറിഞ്ഞിട്ടാണ് ഈ വണ്ടി ഇവിടെ വന്ന് തട്ടുന്നത്. അപ്പോൾ മൂപ്പരാകെ എന്നോട് പറഞ്ഞു, ഞാനൊക്കെ 2 ദിവസം സമയം തരും, നിങ്ങളിത് ആളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ 2 ദിവസം സമയം തരണം. അപ്പോൾ ഞാൻ ഓക്കെ 2 ദിവസം സമയം തരാം, പ്രശ്നമില്ല, നിങ്ങൾ ചെക്ക് ചെയ്യും, ഞങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയിൽ മൂപ്പർക്ക് ആളെ കിട്ടിയിട്ടില്ല, മൂപ്പര് ഇവരെ ഫോണ് കളഞ്ഞു പോയിന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളെന്തായാലും നമ്മളെ പ്രൊസീജിയർ എന്താ കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വണ്ടി തട്ടിയ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വണ്ടി ഉണ്ട്, നിങ്ങളുടെ പേരിലാണെന്ന് വിചാരിക്കാം, നിങ്ങൾ പേരിന്ന് മാറാതെ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, ആ പേരിന്ന് മാറാതെ കൊടുത്തിട്ടുള്ള ആ വണ്ടി എവിടെയും തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും. ആർച്ച് ഓണർ ആരാണോ അയാളാണ് കൊടുക്കുക. ഈ ഒരു സംഭവം വരുന്ന സമയത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഒരിക്കലും പേരിന്ന് മാറാതെ കൊടുക്കരുത്. ഒന്നാമത്തെ കാര്യം, ഈ വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല.
ഈ വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല, 2024 ഫിറ്റ്നസ് കഴിഞ്ഞാണ്. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല, ഒരലക്കും ഈ വണ്ടിക്ക് ഇല്ല. ഇതില്ലാത്ത വണ്ടിയും കൊണ്ടാണ് ഇവർ റോട്ടിലിറങ്ങുന്നത്. വണ്ടി ഈ കച്ചവടം ചെയ്യുന്നതും ഈ വണ്ടി കൊണ്ടുപോയി തട്ടിക്കണം. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവരെ പേരിലല്ല വണ്ടി എന്നുള്ളത് കൊണ്ടാണ് ഇവർ അന്വേഷിച്ച് വരില്ല എന്നുള്ളത് കൊണ്ടുമാണ് ഇത്ര ഉറപ്പിൽ നമ്മളെ എണ്ണ വട്ടം കറക്കണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ഈ ആളുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ കിട്ടാനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എടുത്തുള്ള ആളുകളൊക്കെയാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി എവിടെ നിന്ന് തട്ടുകയാണെങ്കിലും, എവിടുന്നായിക്കോട്ടെ, ചെറിയ തട്ടായിക്കോട്ടെ, 500 രൂപേൻ്റെ തട്ടായിക്കോട്ടെ, 1000 രൂപേൻ്റെ തട്ടായിക്കോട്ടെ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടുന്നാ തട്ടുന്നത് സ്പോട്ടിൽ വീഡിയോ, നിങ്ങളെല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യുക, എടുക്കുക. വണ്ടി ഏതാണോ വണ്ടി, നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള വീഡിയോ എടുക്കുക. ഇന്ന വണ്ടിയാണ് തട്ടിയിട്ടുള്ളത്, ഇന്ന വണ്ടിയാണ് വന്ന് തട്ടിച്ചിട്ടുള്ളത്. പറ്റുമെങ്കിൽ നിങ്ങൾ ആരാണോ വണ്ടി നിങ്ങളുടെ വണ്ടിയിൽ കൊടുത്തിട്ട് സർക്കസ് കാണിച്ചത്, ആ സർക്കസ് കാണിച്ച വ്യക്തിയുടെ മുഖം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഏറ്റവും സേഫ് ആയിരിക്കും. കാരണം നമ്മളിത് ഒരു കേസ്, ഇപ്പോൾ വലിയൊരു ഇടയ്ക്ക് നടന്നിട്ട് ഒരു കേസ് ലെവലിൽ പോകുന്ന സമയത്ത് നമുക്കത് ക്ലെയിം ചെയ്തിട്ട് നമുക്ക് ആ വണ്ടിയുടെ നഷ്ടപരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ, കോടതിയിൽ ഇത് അപ്പീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തെളിവ് വേണം. തെളിവില്ലാതെ കോടതിയിൽ എന്നിട്ട് ഒരു കാര്യമില്ല, തെളിവില്ലാതെ ഒരു പരിപാടി നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടി തട്ടുകയാണെങ്കിൽ തെളിവ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, എവിടുന്ന് വണ്ടി തട്ടുകയാണെന്നുണ്ടെങ്കിലും പോർട്ടിൽ വീഡിയോ എടുക്കുക, റെക്കോർഡ് ചെയ്യുക, അതിൽ സംസാരിക്കുക. വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത് മാത്രമല്ല, അതിൽ പറയാം എൻ്റെ വണ്ടി ഇതാണ്, ഇന്ന വണ്ടി വന്ന് വണ്ടി ഇടിച്ചിട്ടുണ്ട്, ഇന്ന വ്യക്തിയാണ് ഈ വണ്ടി തട്ടിയിട്ടുള്ളത്, ആളെ ഫോട്ടോ ഉൾപ്പെടെ എടുക്കുക. ഒരു പേടി മേടിക്കേണ്ട, അതൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എടുക്കുക. എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനൊക്കെ ഈ സംഭവത്തിൽ അറിയുന്ന സംഭവം ആയതുകൊണ്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയത് കൊണ്ടുമാണ്, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് ഞാനത് വിട്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ വണ്ടി വിൽക്കുന്ന സമയത്ത് ആ ഒരു പൈസയും കിട്ടി പോക്കറ്റിലാക്കിയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങരുത്. ആ വണ്ടിയുടെ ബാധ്യത, ആ വണ്ടി പേരിന്ന് മാറാതെ നിങ്ങളുടെ ബാധ്യത തീരൂല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വണ്ടി പേരിന്ന് മാറിയിട്ട് തന്നെ വണ്ടി കൊടുക്കുക. കച്ചവടക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും വണ്ടി പേരിന്നിട്ട് മാറിയിട്ട് കൊടുക്കുക. അത്രയും വിശ്വസിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വിത്ത് പ്രൂഫ് എവിഡൻസ് ഫുൾ ഡീറ്റെയിൽസ് മാത്രം വാങ്ങിയിട്ട് അവരെ അത് കച്ചവടം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അത് വിറ്റിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട്. ഈ കാര്യം ശ്രദ്ധിച്ചില്ലാന്നെങ്കിൽ നല്ല മുട്ടം പണി കിട്ടും. അപ്പോൾ വണ്ടി തട്ട് മുട്ട ഇത് പരിപാടികളൊക്കെ സാധാരണ ഉള്ളതാണ്. വണ്ടി റോട്ടുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഈ സർക്കസിൽ എന്തായാലും തട്ടലും മുട്ടലും, ഇങ്ങോട്ട് വണ്ണ് തട്ടലും അങ്ങോട്ട് പോയി തട്ടലും എല്ലാ പരിപാടിയും ഉണ്ടാവും. ആ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത് മാന്യമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം രണ്ട് ടീമിനും ഉണ്ട്. അപ്പോൾ അത് നീട്ടിക്കൊണ്ടുപോകരുത്, ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകരുത്. എൻ്റെ കേസിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിൽ ചെറിയൊരു നന്മ ഉണ്ടായതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ സ്പോട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര നല്ല ആൾക്കാരുണ്ടാവും, പക്ഷേ എത്ര നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞാലും കാര്യമില്ല, ആരും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഉടനടി സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. ഇതാണ് എനിക്ക് ഈ ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ വണ്ടി കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാതെ കിട്ടും. ഓക്കെ. പിന്നെ വേറെ അരുൺ സ്മോക്കിൻ്റെ ഒരു വീഡിയോ കണ്ട് ഞാൻ 1,20,000 എന്തോ പറ്റിച്ചേ. അപ്പോൾ അങ്ങനത്തെ പറ്റിക്കൊക്കെ അങ്ങനെ പോയി പെടുന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊന്നും ഇവിടെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കൂടി UPIൻ്റെ ഒരു പരിപാടിയില്ല. UPIൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. ജസ്റ്റ് ആളെ പ്രൂഫ് വാങ്ങുക, ആ ആൾ തന്നെയാണെന്നുള്ളത് ആ ആധാർ കാർഡിൽ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുള്ളൂ. അത് കാരണം ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.